ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് റവ ദോശ ഇട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു ദോശ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ, നല്ല മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കറി വേണമെന്നില്ല കേട്ടോ. ചായൻ്റെ കൂടെ മാത്രം വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഇതിലേക്കുള്ള കറി എന്ന് വെച്ചാൽ ചിക്കൻ കറി, ബീഫ് അതൊക്കെ ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകൽ. അങ്ങനെ ഇതാ ദോശ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം വിറകടുപ്പിൽ ഇതാ ദോശക്കല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. നമ്മളിവിടെ അധികം ഫുഡും വിറകടുപ്പിൽ തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഉപ്പേരികളോ അല്ലെങ്കിൽ പപ്പടം പൊരിക്കുക അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗ്യാസ്മേൽ ചെയ്തെടുക്കലുള്ളൂ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വിറകൊക്കെ ഉണ്ട്, അതുകൊണ്ട് കേട്ടോ നമ്മളെപ്പോഴും വിറകടുപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദോശ എന്ന് വെച്ചാൽ നമുക്ക് മറിച്ചിടാനൊക്കെ ഇങ്ങനത്തെ ദോശക്കല്ലിലാവുമ്പോൾ മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി കാരം. എന്നാലും നല്ല ശ്രദ്ധിച്ചിട്ട് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. വീട്ടിലാണെങ്കിൽ നാത്തൂനും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെജിറ്റബിൾ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സവാളൊക്കെ ഇതാ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെജിറ്റബിൾ ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതാ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിപ്പം നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധാ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേറെയും പല സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാനവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 ദിവസം മുന്നേ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചിക്കൻ ഇതാ ഞാൻ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ അടുപ്പത്ത് നമ്മുടെ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൈസ് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ മസാല റെഡിയാക്കി എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാ ചോറവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൂടെ തന്നെ ചിക്കനൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പകുതി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി സവാളം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ സവാളൊക്കെ നല്ല വഴന്ന് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂണ് ബിരിയാണി മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് തൈരും ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കോളിഫ്ലവറും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗ്രീൻ പീസ് വേറെ തന്നെ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടിയും നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിൽ തന്നെ കേട്ടോ സവാള, ക്യാപ്സിക്കം ഞാൻ വഴറ്റിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ.
പിന്നെ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയില, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടത് കുറച്ച് എരിവ് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൊണ്ടാട്ട ചിക്കന്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എരിവുണ്ടെങ്കിലും മക്കൾ പിന്നെ എരിവ് നല്ല കൂടി പോയാൽ തീരെ കഴിക്കൂലല്ലോ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാഞ്ഞത്. അങ്ങനെ ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അതിലേക്ക് ബീട്രൂട്ടിൻ്റെ അച്ചാറും തൈരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.